നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് സങ്കടമുണ്ടായാലും, ഏത് വിഷമമുണ്ടായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചോദിക്കുക. പടച്ചവനോട് അല്ലാഹു തരുന്നതാണ്, അല്ലാഹു തരുന്നതാണ്. ആ ഒരു വിഷയം തന്നെ നമുക്ക് പറയാം സഹോദരങ്ങളെ. നമ്മളിന്ന് നേറുന്ന നൂറ് പ്രശ്നങ്ങളുടെ നടുവില എല്ലാ അർത്ഥത്തിലും നമ്മൾ വല്ലാത്ത ജീവിതത്തിന്റെ വല്ലാത്ത ഒരു ഹാലിലായി കൊണ്ടിരിക്കുകയാ. സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, ശാരീരികമായ ദുർബലതയാണ്, മാനസികമായ വിഭ്രാന്തിയിലാണ്. ഇതെല്ലാം നമ്മളെ വേട്ടയാടുമ്പോ സഹോദരങ്ങളെ വിളിക്കണം നമ്മൾ. ആരെയാ വിളിക്കേണ്ടത്? ആരെയാ വിളിക്കേണ്ടത്? ഒരു സാലിഹായ മനുഷ്യന് ഒരു സംഭവം ഞാൻ പറയുകയാ. ഒരു സാലിഹായ മനുഷ്യന്, ആ മനുഷ്യനതാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സാലിഹായ മനുഷ്യന് അയാൾ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാ. എങ്ങോട്ട് നോക്കിയാലും മരുഭൂമിയാ, മരുപ്പച്ച അടുത്തെത്താത്ത മരുഭൂമിയാണ്. ആ മരുഭൂമിയിലൂടെ മണലാരണ്യത്തിലൂടെ ഇങ്ങനെ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു പാവപ്പെട്ടവനതാ വഴിയിൽ നിന്ന് കൈ കാണിക്കുകയാ. അന്ന് കുതിരപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്, കഴുതയുടെ പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്, ഒട്ടകപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്. സഹോദരങ്ങളെ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആ സന്ദർഭത്തിൽ വഴിയിൽ നിന്ന് ഒരാള് കൈ കാണിച്ചു. പാവപ്പെട്ടവനാ. അയാൾ ചോദിക്കുന്നു, സഹോദരാ, എന്നെ കൂടെ ഒന്ന് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തരുവോ? പാവമല്ലേ, പാവമല്ലേ, ഈ മനുഷ്യ സാലിഹല്ലേ? ഒരാളെ സഹായിച്ചാൽ അതിന് കിട്ടുന്ന കൂലി എത്രയാ? ഒരു പാവപ്പെട്ടവന്റെ ചുമടെടുത്തു കൊടുത്താൽ, ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലം വിവരണാതീതമാണല്ലോ. അതുകൊണ്ടാ മനുഷ്യൻ പറഞ്ഞ, സഹോദരാ കയറിക്കൊള്ളുക. അങ്ങനെ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഇരിക്കാൻ തുടങ്ങി. കുറെ ദൂരം യാത്ര ചെയ്യുമ്പോ ഒരു സഹായി അവിടെ ഇല്ല, ഒരു മനുഷ്യൻ വേറെയില്ല. യാതൊരു സഹായവും ലഭിക്കാത്ത മണലാരണ്യത്തിൽ, മരുഭൂമിയുടെ മടിത്തട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ കുതിരയെ പായിച്ചു കൊണ്ടിരിക്കുമ്പോ ആഗതനായ കുതിരയുടെ പിന്നിൽ കയറിയ തന്റെ പിന്നിലിരിക്കുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ആ ആഗതനായ മനുഷ്യനെ തന്റെ അരയിൽ നിന്ന് കത്തി വലിച്ചോരുകയാ. എന്നിട്ട് ആ മനുഷ്യനോട്, സഹായിച്ചവനോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ള പൊണ്ണെടുക്കുക, നിന്റെ പൊന്ന് മുഴുവനും ഇങ്ങ് തരിക, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ. പെട്ടെന്ന് കുതിര നിർത്തി ചാടിയിറങ്ങി. എന്നിട്ട് ആ ആഗതനായ മനുഷ്യന്റെ നേരെ കൈകൂപ്പിയിട്ട് പറയുകയാണ്, സഹോദരാ, ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ? നീ ഒരു ലിഫ്റ്റ് ചോദിച്ചപ്പോ തന്നല്ലേ, നീ ഒന്ന് സഹായം ചോദിച്ചപ്പോ തന്നല്ലോ, എന്തിനാ നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്റെ കുടുംബനാഥനാ, എന്റെ കുടുംബത്തിന്റെ കുടുംബനാഥനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചെന്നാലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പച്ചപ്പുണ്ടാവുകയുള്ളൂ. എന്നെ കൊല്ലല്ലേ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? ഇല്ല, ഞാൻ നിന്റെ പണം പിടിച്ചു വാങ്ങിയിട്ട് നിന്നെ വിട്ടാ നീ എല്ലാവരോടും പറയും ഞാൻ നിന്റെ പണം അപഹരിച്ചെന്ന്. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. എന്തു ചെയ്യാനാ? നിലവിളിച്ചാൽ ആര് കേൾക്കാനാ? ആരവിടെ സഹായത്തിനെത്താനാ? അവിടെയാണ് പെങ്ങളെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ പരിശുദ്ധമായ ഈമാനും തഖ്വയും നമുക്ക് വരേണ്ടത്. ആ മനുഷ്യനരാ ഈ ആഗതനോട് കൊലയാളിയാകാൻ പോകുന്ന ചതിയനായ വഞ്ചകനായ മനുഷ്യനോട് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ കൊന്നോ, എനിക്കതിൽ ഇനി ഒന്നും പറയാനില്ല. പക്ഷേ 2 റക്അത്ത് നിസ്കരിക്കാ എനിക്ക് അനുവാദം തരുമോ? 2 റക്അത്ത് നമസ്കരിക്കാ എനിക്ക് നിങ്ങൾ അനുവാദം തരുമോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യന് അന്ത്യാഭിലാഷമായി 2 റക്അത്ത് നിസ്കാരത്തിന്റെ അനുമതി കൊടുക്കുകയാ. ആ സമയത്ത് 2 റക്അത്ത് നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ സഹോദരങ്ങളെ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുകയാണ്, പറയുകയാണ്, എനിക്കൊത്ത് ഒരുപാട് ആയത്തുകൾ അറിയാമായിരുന്നു, ഒരുപാട് ആയത്തുകൾ ഞാൻ മനനം ചെയ്തിരുന്നു. പക്ഷേ ഒരായത്ത് പോലെ ഓർമ്മ വരുന്നില്ല. മനസ്സ് വല്ലാതെ പിടയ്ക്കുകയാ. എന്റെ മനസ്സിനകത്ത് ഖുർആനിന്റെ ഒരായത്ത് പോലെ ഓർമ്മയില്ല. ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്, എല്ലാം മറന്നുപോയിരിക്കുകയാ. ആ സമയത്ത്
ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പായിപ്പിച്ചു എന്റെ ചിന്തയെ. ഏതെങ്കിലും ഒരു ആയത്ത് ഓർമ്മയുണ്ടോ? നമസ്കാരത്തിലല്ലേ? ആ സമയത്ത് സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. 62-ാമത്തെ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. അതേതാണ് ആയത്തെന്നറിയോ? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. പീഡിപ്പിക്കപ്പെടുന്നവന് വിളിച്ചാൽ അവന് ഉത്തരം കൊടുക്കുന്നതാരാ? മറുപടി തന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നതാരാ? പീഡിപ്പിക്കപ്പെടുന്നവന്റെ ഉത്തരം കൊടുക്കുന്നവനാരാ? സങ്കടപ്പെട്ട് നിൽക്കുന്നവന് നീറുന്ന 100 സങ്കീർണമായ പ്രശ്നത്തിന്റെ നടുവിൽ നട്ടം തിരിഞ്ഞ് മറുകര കാണാൻ കഴിയാതെ ജീവിതം വഴിമുട്ടിപ്പോയവന് നിലവിളിക്കുമ്പോ അവന് ഉത്തരം കൊടുക്കുന്നവനാരാ? ഈ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അതിങ്ങനെ ആവർത്തിച്ചോരി ഓടി നിന്നു. സലാം വീട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, കയ്യിലൊരു കുന്തവുമായിട്ടൊരു കുതിരപ്പടയാളെ കടന്നു വരികയാ. ആരുടെയും സഹായമില്ലാത്ത മരുഭൂമിയുടെ മധ്യഭാഗത്ത് കുതിരപ്പടയാളെ കയ്യിൽ കുന്തമേന്തി വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി നോക്കുമ്പോ അയാള് ചാടിയിറങ്ങിയിട്ട് ആഗതനായ ചതിയനായ മനുഷ്യനെ കൊന്നിരിക്കുകയാ. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഈ മരുഭൂമിയിൽ എന്നെ സഹായിക്കാൻ വന്ന നിങ്ങളാരാ? അയാൾ പറഞ്ഞു, അതൊന്നും ഇവിടത്തെ പ്രസക്തമല്ലല്ലോ, അതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പടച്ചവനെ സാക്ഷിയാക്കി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എനിക്കറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താ വന്ന കുതിരപ്പടയാളെ പറഞ്ഞതെന്തെന്നറിയോ? അന റസൂലു അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. ഈ ആയത്തിന്റെ നാഥനായ അള്ളാന്റെ ദൂതനാണ് ഞാൻ. എന്നെ അള്ളാഹു നിയോഗിച്ചതാണ്. നിങ്ങൾ ആദ്യം വിളിക്കുമ്പോ ഞാൻ 7 ആകാശത്തിലായിരുന്നു. 2ാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ 4ാമത്തെ ആകാശത്തിലെത്തി. 3ാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ ഭൂമിയിൽ കാലുകുത്തി. ഉടൻ തന്നെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൻ നംലിലെ ആയത്താണ് അവതരിപ്പിക്കപ്പെടാൻ കാരണമായ ഈ ചരിത്രം ഹദീസിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് സഹോദരാ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യനുമില്ല ഇങ്ങനെ എത്ര ആളുകളാണ് നട്ടം തിരിയുന്നത്. എത്ര സങ്കടമുണ്ടെങ്കിലും പടച്ചവനില്ലേ നമുക്ക്? നമ്മോട് സ്നേഹമുള്ള അല്ലാഹ്. ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ആര് നമ്മളെ കൈയൊടിഞ്ഞാലും നമ്മളെ ചേർത്ത് നിർത്തുന്ന അല്ലാഹ്, ആ പടച്ചതമ്പുരാ നമ്മളെ ഒരിക്കലും കൈയൊഴിയില്ലല്ലോ. അതുകൊണ്ട് എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും, ഏത് പാതിരാത്രിയാണെങ്കിലും, ഏത് മരുഭൂമിയുടെ മടിത്തട്ടിലാണെങ്കിലും, ഏത് കൊടുമുടിയിലാണെങ്കിലോ, ഏത് മഞ്ഞുരുകുന്ന രാത്രിയാണെങ്കിലോ, ഏത് പകൽ വെളിച്ചത്തിന്റെ ആ ചൂടിന്റെ കാഠിന്യതയിലാണെങ്കിലും വിളിച്ചോ. സഹായിക്കാൻ നമ്മുടെ ചാരത്തെത്തുന്ന ഒരേ ഒരു സൃഷ്ടാവ്, ഒരേ ഒരു ശക്തി, അത് അല്ലാഹുവാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. പക്ഷെ എന്താ ഇവിടുത്തെ പ്രശ്നം? നമ്മൾ വിളിക്കുന്നില്ല. നമ്മൾ വിളിക്കുന്നു. എങ്ങനെയാ വിളിക്കുന്നത്? നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, ദുആ സ്വീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കടാ, എല്ലാം കൂടെ പരലോകത്ത് തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ എല്ലാം അങ്ങനെ ആകണമെന്നില്ല. കാരണം ദുആ ചെയ്യുമ്പോൾ തള്ളപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ സമയം ഉണ്ടാവുമെങ്കിൽ അത് കൂടെ പറയാം ഇൻഷാ അല്ലാഹ്. അത് പിന്നെ സമയം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ നോക്ക്, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അജബല്ലക്കും, നിങ്ങളെ കാര്യം അത്ഭുതം, നമ്മളെ കാര്യം അത്ഭുതമാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ രോഗമുണ്ട്, നിങ്ങളെ കയ്യിൽ തന്നെ മരുന്ന് വരുന്നു. നമ്മളെ കാര്യം അത്ഭുതം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ കാര്യം അത്ഭുതം. നിങ്ങളുടെ കയ്യിൽ രോഗമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിന് മരുന്ന് വരുന്നു. അല്ലേ? എല്ലാ രോഗവും നമ്മുടെ കയ്യിലുണ്ട്.
എല്ലാ മരുന്നും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് മരുന്നില്ലാത്ത ഒരു രോഗം അഷ്റഫുൽ ഖൽഖ് പറയുന്നു അള്ളാഹു ഇറക്കിയിട്ടില്ല. കോവിഡിനും അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ രോഗമുണ്ട്, അതിന് മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കോവിഡിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകഭേദം വന്ന വൈറസുകളെയോ ഫംഗസുകളെയോ പറ്റിയിട്ടൊന്നുമല്ല പറഞ്ഞത്. നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളാണ്. എല്ലാ കറമ്പറമ്പ് കയ്യിലുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യവും നമ്മുടെ കയ്യിലുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എന്താ നമ്മളെ കയ്യിലില്ലാത്തത്? അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ എന്താ നമ്മുടെ കയ്യിലില്ലാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തന്നെ മരുന്നുണ്ട്. അതേതാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗം വന്നാൽ അതിന് ചികിത്സിക്കണ്ടേ? അസുഖം വന്ന് ചികിത്സിക്കാതെ ഞാൻ രോഗിയാണ്, എനിക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്നാൽ അവനെ പള്ളിയിൽ കൊണ്ട് കിടത്തേണ്ടി വരും. ഒരു സംശയത്തിലില്ല. അയ്യൂബ് നബിക്ക് രോഗം കൊടുത്ത അള്ളാഹു മാറ്റാൻ കഴിവുണ്ടായിട്ടും അള്ളാഹു അയ്യൂബ് നബി ദ്വാരന്നപ്പോ പറഞ്ഞു കാല് കൊണ്ട് നിലത്തടിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു പാപങ്ങളാകുന്ന രോഗം പിടിപെട്ട ഒരു സമുദായത്തിന് മരുന്നാകുന്ന ദുആ കയ്യിലുള്ളപ്പം അത് ദുആ ചെയ്ത് പാപങ്ങൾക്ക് പരിഹാരം കാണാതെ മരുന്ന് കുടിക്കാതെ രോഗം കൊണ്ട് നടന്നാൽ മരിച്ചു പോകൂലേ നമ്മൾ? അങ്ങനെ നമ്മൾ മരിച്ചവരാണിപ്പോ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കാതെ പോയത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നന്നാകാതെ പോകുന്നത്. നമ്മൾ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇല്ലേ നമ്മൾ റബ്ബിനോട് ചോദിക്കണം, അവൻ എന്തായാലും ഉത്തരം തരും. ഞാനിപ്പോ ഇതുവഴി പോകുന്ന ഒരാളെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയും. അയാൾ മാന്യനാണെങ്കിൽ എന്ത് ചെയ്യും? തിരിഞ്ഞു വരും. മാന്യനാണെങ്കിലും തിരിച്ചു വരും. മൈൻഡ് ചെയ്യാതെ പോയാൽ ഞാൻ ശശിയായി. അവൻ എന്നെ മൈൻഡ് ചെയ്തതുമില്ല, അവൻ മാന്യനും അല്ല, ഞാൻ നാണംകെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ അവൻ നമുക്ക് ഉത്തരം തരുമെങ്കിൽ അവൻ മാന്യതയുള്ളവനാണ്. ലോകത്തെ ഏറ്റവും വലിയ മാന്യനാരാ? ലോകത്തെ ഏറ്റവും വലിയ മാന്യനാരാണ്? ഇന്നൽ കരീമ ഇദാ നാദൈത ഖാല നഅം ഫകൈഫ ബില്ലാഹി ദിൽ ഇൻആമി വൽ കറമി. ഇന്നൽ കരീമ ഇദാ നാദൈത ഖാല നഅം فكيف بالله ذي الإنعام والكرم. ഒരു മാന്യനെന്ന് പറഞ്ഞാൽ ഇതാ നാദൈത, നീ അവനെ വിളിച്ചാൽ ഖാല, അവൻ പറയും നഅം, അതെ, യെസ്. എന്താ വേണ്ടത്? ഇതാണ് മാന്യൻ. വൽ കറമി, എല്ലാ നിഅമത്തുകളുടെയും ഇൻആമിന്റെയും നിഅമത്ത് കൊടുക്കുന്നതിന്റെയും അനുഗ്രഹങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നതിന്റെയും ഔദാര്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം തരാതിരിക്കുമോ എന്നൊരു മഹാനായ കവി ചോദിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും വലിയ ഒരു മാന്യനായി നമ്മൾ എണ്ണുന്നത് ആളുകൾ വിളിച്ചാൽ അയാൾ എപ്പോഴും ഉത്തരം കൊടുക്കും. എന്നാൽ ഈ മനുഷ്യന് ഈ കരുണ കൊടുത്ത, ഈ ഔദാര്യം കൊടുത്ത, ഈ നിഅമത്ത് കൊടുത്ത അല്ലാഹു അവൻ നമുക്ക് ഉത്തരം തരാതിരിക്കുമോ? അതുകൊണ്ട് എന്ത് വേണം? ഫബ്സുത് ലഹുൽ കഫലൻ തഅതീക ഫാരിഗതൻ فقد سألت الذي سواك من عدمي. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് നിന്നെ പടച്ച ആ റബ്ബിന്റെ മുന്നിലേക്ക് നിന്റെ കരങ്ങൾ നീ ഉയർത്തണം. നിന്റെ റബ്ബിലേക്ക് നീ കരങ്ങൾ ഉയർത്ത്. എന്നാ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാരും പറയും ദുആ സ്വീകരിക്കുന്നില്ല. എന്താ പ്രശ്നം? നമുക്ക് ധൃതിയാണ്. ഇന്ന് രാത്രി വെളുക്കുന്നത് വരെ ഇരുന്ന് പടച്ചോനെ ഈ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ ഇറക്കിയിട്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ഭാഗ്യം എന്താ? അത് സ്വീകരിക്കും പടച്ചോ. ചിലപ്പോ നീ ചെയ്തു നോക്ക്. ചിലപ്പോ നീ ഇന്ത്യൻ പൗരനായി, അമേരിക്കയിലെ ഇന്ത്യൻ പൗരനായി നീ അറിയപ്പെടുകയും
പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വംശജയല്ലേ അല്ലേ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയാണ്. ചിലപ്പോ ശാന്തി പെണ്ണുങ്ങള് ഭാവിയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യുസ്തജാബു ലി അഹദികും മാ ലം യുഅജ്ജിൽ. ധൃതി വെക്കാതിരുന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. എന്റെ ഭർത്താവിന് നാളെ ഗൾഫിൽ പോണം റബ്ബേ എന്ന് പറഞ്ഞാൽ പടച്ചവന് തരൂല. അതെന്റെ അല്ലാഹുക്ക് കഴിയാത്തത് കൊണ്ടല്ല. വേണമെങ്കിൽ ഗൾഫിനല്ല, ഇവിടെ നിന്റെ വീട്ടിന്റെ മുമ്പ് കൊണ്ടുതരും. അതിനൊക്കെ അല്ലാഹുക്ക് കഴിവുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു രീതിയുണ്ട്, ഒരു രീതി ഉണ്ടല്ലോ ഏതൊരു വിഷയത്തില്. അതുകൊണ്ട് നീ ധൃതി വെക്കാതെ ചോദിക്ക്, ധൃതി വെക്കാതെ പടച്ചവനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? എനിക്ക് ഇന്നതിന്നത് വേണമെന്ന് പറഞ്ഞാൽ നീ ധൃതി വെക്കാതിരുന്നാൽ അല്ലാഹു നിനക്ക് തരുന്നതാണ്. പക്ഷെ നിന്റെ പരിഭവം എന്താണ്? ദഅഉതു ഫലം യസ്തജിബ് ലീ. എത്ര നാൾ കൊണ്ട് ചോദിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ധൃതി വെക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ ആയത്തുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തുമായി പോകുമ്പോ ഫിർഔന് കോടീശ്വരനായിരുന്നു. പണം എറിഞ്ഞിട്ട് ആളെ കൂട്ടി. അങ്ങനാണല്ലോ, പണം എറിഞ്ഞിട്ട് ആളെ കൂട്ടി. ഇപ്പോ ഇന്നലെ എവിടെയായിരുന്നു? ഏതോ ഒരു സംസ്ഥാനത്ത് അല്ലേ, ഒരു മഹാരാഷ്ട്രയിലോ, ഇന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലോ എവിടെയാണെന്ന് അറിയില്ല, മറന്നുപോയി. അപ്പോ ഒരു ബിസിനസ്സുകാരന്റെ സുഗന്ധദ്രവ്യ കച്ചവടക്കാർ, എല്ലാ കച്ചവടവും ഉണ്ട്. അപ്പൊ ആ കച്ചവടക്കാരന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് എണ്ണാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും പൈസ, എവിടെ നോക്കിയാലും പൈസ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിം പേരിനോട് സാമ്യമുള്ള ഒരു പേരല്ല എങ്കിൽ അത് വേറെ എവിടെന്നോ വന്നത് എന്ന് പറഞ്ഞേനെ. അള്ളാഹു അങ്ങനെ ഒരു അനുഗ്രഹം തന്നു. മുസ്ലിം അഞ്ചേര നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറ ചെയ്യുന്ന മുസ്ലിം ആവണമെന്നില്ല. ഒരു പേര് ഏതെങ്കിലും ദൂരത്തൂടെ പോയാൽ ഒരു ഖാനോ ഒരു അബുദോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ മുസ്ലിം ചൊവ്വയുള്ള ഒരു പേര് മതി. അത് പിന്നെ പ്രശ്നമായേനെ. ഇതിപ്പോ വേറെ എന്തോ ഒരു വായി കൊള്ളാത്ത പേരായത് കൊണ്ട് എന്തായി? അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. ഇവിടെ ആർക്കും ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരി ആളെ കൂട്ടിയത് പൈസ എറിഞ്ഞിട്ടാണ്. ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളും ഉണ്ട്. മൂസാ നബി ചെന്നിട്ട് വെറും പാവം, ആഹാരമില്ല, വെള്ളമില്ല, ഉടുക്കാൻ തുണിയില്ല, കഷ്ടപ്പെടുന്നു. പണം എറിഞ്ഞാലേ ആള് കൂടൂ. അപ്പൊ ഇങ്ങനെ ആളുകൾ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം ദുആറന്നു, പടച്ചോനെ ഇനി ഒറ്റ കാര്യമുള്ളൂ, അവന്റെ ഈ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു കളാം, അല്ലാതെ നടക്കൂല. അപ്പോ അല്ലാഹു ദുആ സ്വീകരിച്ചു. ഹാറൂൻ നബിയെ, മൂസ നബിയെ, നിങ്ങളെ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരുടെ ദുആ സ്വീകരിക്കപ്പെട്ടു. മൂസാ നബി ദുആറന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. ഇതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുആ സ്വീകരിച്ചു. എവര് ദുആ ചെയ്തതിന്റെയും ഈ സ്വീകരിച്ചതിന്റെയും ഇടയിൽ 40 വർഷം എടുത്തു. 40 വർഷം. നമ്മളാണെങ്കിലോ 40 വർഷം എടുത്തു. മൂസാ നബി ദുആ ചെയ്തതിന്റെയും ഈ ദുആ സ്വീകരിക്കപ്പെട്ടതിന്റെയും ഇടയിൽ, ഇജാബത്തിന്റെയും ഇടയിൽ 40 വർഷം എടുത്തു. യാക്കൂബ് നബിയുടെ പൊന്നുമോൻ യൂസുഫ് നഷ്ടപ്പെട്ടു. കരഞ്ഞ് ലോകത്ത് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ കരഞ്ഞ, ഭർത്താവ് ഒഴിവാക്കിയതിന്റെ പേരിൽ കരഞ്ഞ ഒരു പെണ്ണിന്റെ കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യ ഒളിച്ചോടി പോയതിന്റെ പേരിൽ ഒരു ഭർത്താവ് കരഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പുരുഷനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന്റെ പേരിൽ വെളുത്തുപോയ ഒരു മക്കളെ നിങ്ങൾക്ക് ആണായാലും പെണ്ണായാലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യാക്കൂബ് നബി യൂസുഫ് എന്ന പൊന്നുമോനെ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞ് രണ്ട് കണ്ണുമങ്ങ് വെളുത്തുപോയി. സുബ്ഹാനല്ലാഹ്. അവസാന യാക്കൂബ് നബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. തന്റെ പൊന്നുമോനെ യൂസുഫിനെ അല്ലാഹു
മടക്കി കൊടുത്തു. ഏതോ പൊട്ടക്കിരട്ടിലെ വലിച്ചെറിയപ്പെട്ട ബാലചാപല്യമുള്ള ചെറിയ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരു പൊന്നുമോനെ യൂസുഫായിട്ടല്ല അല്ലാഹു മടക്കി കൊടുത്തത്. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഒത്തുംഗ സോപാനത്തിലെ സിംഹാസനത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തില് ചെങ്കോല് പിടിച്ചിരുന്ന അവിടുത്തെ ചക്രവർത്തിയായി രാജാവായി അല്ലാഹു തിരികെ കൊടുത്തില്ലേ? യാക്കൂബ് നബി തന്റെ പൊന്നുമോനെ മടക്കി കിട്ടാൻ ദുആ ചെയ്തതിന്റെയോ അല്ലാഹു യൂസുഫ് എന്ന പൊന്നുമോനെ മടക്കി കൊടുത്തതിന്റെയും ഇടയിൽ മഹാന്മാരായ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുഫസ്സിറുകൾ പറയുകയാണ് 40 വർഷം എടുത്തു. സെക്കൻഡ് സഹിക്കാൻ പറ്റുന്നില്ല. ചോദിച്ചാ അപ്പോഴും കൊണ്ടുവരണം. എന്താ വീട്ടില് പാലിറക്കാൻ നിൽക്കുന്ന ബംഗാളിയാ പടച്ചോൻ? ചോദിച്ച ഉടനെ കൊണ്ടുതരാൻ. നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോ ധൃതി വെക്കരുത്. അവൻ സമയാവുമ്പോ തന്നോളും, സമയാവുമ്പോ തരും. ദുആ ചെയ്യുന്നതോടൊപ്പം നശിപ്പിക്കപ്പെടുന്നില്ല. എപ്പോഴായാലും നമുക്ക് അല്ലാഹു തരും. അതുകൊണ്ട് ദുആ മുറുകെ പിടിക്ക്. ദുആ ചെയ്യാം. ദുആ ചെയ്താൽ എന്ത് നേടാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത്തഖു ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. പീഡിപ്പിക്കപ്പെടുന്നവർ, കഷ്ടപ്പെടുത്തപ്പെടുന്നവർ, അപ്പുറത്തെ കോഴി ഇപ്പുറത്ത് കയറി കഴിഞ്ഞ് കാലൊടിക്കുന്നവർ, അവിടെ നിന്ന് ചപ്പ് ചവർ കൊണ്ടുവന്ന് തട്ടുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിച്ചോളി. ഈ മർദ്ദിക്കപ്പെട്ട ഈ ആളുകൾ ഇരുന്ന് നന്നായിട്ടൊന്ന് കരഞ്ഞു ദുആറുന്നുണ്ടല്ലോ, എണീച്ച് നടക്കാൻ പറ്റൂല, ഗുണം പിടിക്കൂല. ചതിയന്മാരുണ്ട്. ഈ പൈസ പറ്റിക്കാൻ കുറെ ചതിയന്മാരുണ്ട്. അവർ പൈസ പറ്റിക്കുന്ന എങ്ങനെയെന്നറിയാം? അവർ പൈസ പറ്റിക്കുന്ന രംഗം അവരുടെ സംസാരത്തിൽ ഒരു 50 പ്രാവശ്യം അല്ലാഹു എന്നുള്ള വാക്ക് വരും. ഒരു ഏറ്റവും കുറഞ്ഞ 100 വട്ടം നിബിധങ്ങളുടെ പേര് വരും. പിന്നെ കഅബ, പിന്നെ മാഷാ അല്ലാഹ് കൊടുക്കും. ഈ കേറ്റിയന്മാരും അടിച്ചോമാരും ഇടിച്ചോമാരും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് കാണാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നാശമില്ല. ദുആ മുറുകെ പിടിച്ചോളിൻ. ദുആ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ ദുആയെ മാറ്റണം. പക്ഷെ ആ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ വെറുതെ ധൃതി വെക്കാൻ പാടില്ല. അതേപോലെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ദുആയിൽ നമ്മളെ ദുആ സ്വീകരിക്കപ്പെടാത്തത് എല്ലാം കൂടി ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് മാത്രമല്ല, ഞാൻ പിന്നീടാക്കിയാൽ അത് മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയാം. എന്താണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാഞ്ഞിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാഞ്ഞിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നബിയെ, ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറയാനുണ്ട്. അപ്പോ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ കാണുമ്പോ മഹാന്മാരുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. നമ്മുടെയൊക്കെ ദുആ വേറെ ഒരു മറയില്ലാതെ അല്ലാഹു സ്വീകരിക്കുന്ന മഹാന്മാരുണ്ട്. നമ്മൾ ഏത് ഉസ്താദന്മാരെ കണ്ടാലും, ഏത് നമ്മുടെ പെരിങ്ങാട് ഉസ്താദ് വരുന്നുണ്ട്, അവരൊക്കെ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നവരാണ്. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നവരാണ്. ഈ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവര്, അതുപോലെ തന്നെ ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നവര്, അതുപോലെ തന്നെ നല്ല സാലിഹീങ്ങളെ, നമുക്കറിയാമല്ലോ സാലിഹീങ്ങളായ ആളുകൾ. ഈ സാലിഹീങ്ങളായ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ പറയാൻ നിൽക്കരുത്. ഒന്നാമത് അവർക്ക് സമയം ഉണ്ടാവൂല കേൾക്കാൻ. 2, നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും. നമ്മൾ എന്ത് വേണമെന്നറിയോ? ഒന്ന് ശ്രദ്ധിക്കുക. ദുആരക്കാൻ വേണ്ടി പറയാൻ ദുആ വസിയത്ത് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളി. ദുആ വസിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാനുള്ളത്, ആരോടെങ്കിലും ഏതെങ്കിലും മഹാനെയോ ഒരു സയ്യിദിനെയൊക്കെ കാണുമ്പോൾ ദുആ പറയുമ്പോൾ ഇങ്ങനെ പറയാ. എങ്ങനെ? എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം കൂടി പറയാനൊന്നും അങ്ങ് കേൾക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്ന ദുആ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കുക. അപ്പൊ ഒരു പാക്കേജ് ആയിട്ട് വരുന്നുള്ളൂ. നമുക്ക് ചോദിക്കാൻ ഈ പാക്കേജ് എന്നുള്ള വാക്ക് ചിലപ്പോ ഇന്ന് നാളെ നെറ്റിൽ വൈറലാവും. അങ്ങനെയാണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുറെ ചാർജ് ചെയ്ത് നോക്കിയിരിക്കാൻ എന്താ ഇങ്ങനെ ഏതൊക്കെ ഉസ്താദന്മാരെ പ്രസംഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ മോശം കമന്റുകൾ എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹമുണ്ട്. വേറെ ജോലിയില്ല, നമുക്ക് അല്ലാഹു ജോലി കൊടുത്ത ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അപ്പൊ ഏതാണെങ്കിലും നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം എണ്ണി പറയാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് വേണം? അവരെ കാണുമ്പോൾ പറയണം, എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം എനിക്ക് നിങ്ങളോട് ദുആ ചെയ്യണമെന്ന് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ബാക്കി കാര്യങ്ങൾ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം. ഇതാര് പഠിപ്പിച്ചതാ?
മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് ഉദുല്ലാഹ നകൂന മുസ്തജാബ ദഅവതി യാ റസൂലല്ലാഹ് നബിയേ പടച്ചവനോടൊന്ന് ദുആ ചെയ്യോ എനിക്ക് ഉത്തരം കിട്ടുന്ന ദുആക്ക് വേണ്ടിയിട്ട് എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യോ നബിയേ ആ സമയത്തെ ആരംഭ പൂവായ നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ യാ സഅദേ അത്തിബ മതഅമക തകുന മുസ്തജാബ ദഅവാ അത്തിബ മതഅമക തകുന മുസ്തജാബ ദഅവാ നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ നീ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ ഫുഡായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തകുന മുസ്തജാബ ദഅവാ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും സഅദേ അതുകൊണ്ട് ഞാൻ ദുആ ക്കണമെന്നില്ല നിങ്ങളെ ഫുഡ് അങ്ങ് ക്ലിയർ ആക്കിയാൽ ആമാശയത്തിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ പള്ളയിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ഹലാലായാൽ അത് ആരിൽ നിന്നും പിടിച്ചു പറിക്കാത്തതായാൽ അറുത്ത് കഴിക്കുന്ന ഇറച്ചിയുണ്ടല്ലോ അത് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടതായാൽ അത് ഏതെങ്കിലും അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കപ്പെട്ടതാകാതിരുന്ന എന്നാ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും സഅദേ തല്ലിക്കൊല്ലാത്തതാകണം സഅദേ നിങ്ങൾ കഴിക്കുന്നത് മുകളിൽ നിന്ന് വീണ് ചത്തതാകാത്തതാകണം സഅദേ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരാത്തതാകണം സഅദേ പെണ്ണ് കച്ചവടം നടത്തി കള്ള് കച്ചവടം നടത്തി കഞ്ചാവ് കച്ചവടം നടത്തി മോഷണം നടത്തിയിട്ട് ജീവിക്കുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ട് ഭക്ഷണം പാകം ചെയ്തതാകാതിരിക്കണം സഅദേ എന്നാ തകുന മുസ്തജാബ ദഅവാ നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക. അങ്ങോട്ട് കേൾക്കി ശ്രദ്ധിച്ചോളി. 2 നമ്മൾ ധൃതി വെക്കാതിരിക്കുക. എന്നാൽ നമ്മുടെ ദുആ എന്ത് ചെയ്യും? അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ എന്ത് പറഞ്ഞു? നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചില്ലേ അല്ലാഹു? ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഒറ്റ ചെറിയ സംഭവം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്തെന്നറിയോ? സക്രാത്തിന്റെ ഹാല്. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അടുത്തു. ആ സമയത്ത് പറക്കമുറ്റാത്ത മക്കള് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദുആരന്നു, പടച്ചോനെ യാ റബ്ബി, എന്റെ പടച്ചവനെ ഇന്നലീ ബനീന സിഗാറ, എന്റെ എല്ലാ കുഞ്ഞു മക്കളാ അല്ലാഹ്, എന്റെ എല്ലാ കുഞ്ഞുമക്കളാണ്. അല്ലാഹുവേ എന്റെ മരണമൊന്ന് പെൻഡിങ്ങിൽ വെക്കോ, എന്റെ മരണമൊന്ന് പിന്തിപ്പിക്കുമോ. എന്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകട്ടെ, എന്നിട്ട് എനിക്ക് മരിച്ചാ മതിയല്ല. ഈ ഒരു തൗഫീഖ് എനിക്ക് തരുവോ തമ്പുരാന്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് ഫഅഖറ അൻഹു 20 സന. അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞാ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. മരിക്കാൻ നേരത്ത് അദ്ദേഹം ആത്മാർത്ഥമായി ദുആരന്നു. നിന്റെ ഭക്ഷണം നന്നാക്കെങ്കിൽ നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അവര് മോശമായ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോ വിഷമിക്കണ്ട, നിങ്ങളെ ഭക്ഷണമൊക്കെ റാഹത്തല്ലേ, അപ്പൊ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഹലാലായത് മാത്രം കഴിച്ചാൽ മതി. ഒരാളിൽ നിന്ന് എരന്ന് വാങ്ങുന്നത്, അതുപോലെ അവരെ വേദനിപ്പിച്ച് വാങ്ങുന്നത്, അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നത്, പള്ളിയാണെങ്കിൽ പോലും സംസ്കാരം സ്വീകരിക്കൂലല്ലോ. ബാധ്യത വീടി കൂലി കിട്ടൂലെന്നാണ് ഫുഖഹാക്കൾ അല്ലേ? പിടിച്ചു പറിക്കപ്പെട്ട പള്ളിയിൽ നമസ്കരിച്ചാൽ ബാധ്യത വീടി കൂലി ലഭിക്കില്ല. വെറുതെ ബാധ്യത വീടി, പക്ഷെ കൂലിയില്ല. പിടിച്ചു പറിക്കപ്പെട്ട ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമസ്കാരം അത് ബാധ്യത വീടി, ഹക്ക് വീടി, പക്ഷെ കൂലിയില്ല. ഇതേപോലെയാണ് ഭക്ഷണം. ഏതും പരിഹരിക്കാം, പക്ഷെ ഒരു ഈത്തപ്പഴ കുരുവിന്റെ അളവ് നമ്മുടെ പള്ളയിൽ ഹറാമ് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട രക്തസിരകളിലൂടെ ഓടുന്ന കാലത്തോളം നമുക്ക് എന്ത് ചെയ്യില്ല? നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല.
അതുകൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ പാപികൾ, ഞാനും നല്ലവനെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഞാൻ നിങ്ങളിൽ ഒരാളായി കസേരയിലുണ്ട്, ഇവിടെ ഖുർആനാ നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. നമ്മൾ ഇതുവരെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കും, അല്ല പുറത്തു തരും. എന്നിട്ട് ഇനി നമ്മുടെ പട്ടിണി കിടന്നാലും മരിച്ചാലും ഇൻഷാ അല്ലാഹ് ഹറാം ഞാൻ തിന്നൂല. ഹറാം എനിക്ക് മരണമാണ് എനിക്ക് അതിന്റെ പേരിൽ കിട്ടുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, ഞാൻ വിശന്നു മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലിയല്ലേ. എന്റെ വയറിനകത്ത് വയർ കാളിയിട്ട് ഞാൻ മരിച്ചാൽ അൽ ബത്നു ഷഹീദ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായ രോഗം കൊണ്ട് മരിച്ചു പോയാൽ ഷഹീദിന്റെ കൂലിയല്ലേ. പിന്നെന്താ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹറാം എന്റെ പള്ളയിൽ പോകൂല എന്നൊരു തീരുമാനം എടുക്ക്. ഭർത്താവ് പലിശക്കാരനാണ്, ലോട്ടറി എടുക്കുന്നവനാണെങ്കിൽ പറഞ്ഞു കൊടുക്ക്, ഇതെടുക്കരുത്, ഇതെനിക്കും മക്കൾക്കും തരരുത്, ഞങ്ങൾ പട്ടിണി കിടന്നോളാം എന്ന് പറയും. ഇല്ലെങ്കിൽ നിന്റെ ദുആകൾ എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഭാരത്തുകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചു പോയി, ഞാൻ ലാഘവത്തോടെ കാണാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഗഫൂറായ അല്ലാഹ് നമുക്ക് പുറത്തു തരും. പക്ഷെ ഉള്ളിൽ കടന്നു പോയാൽ തീർന്നില്ലേ? അതുകൊണ്ട് ഗൗരവത്തോടെ ആ വിഷയം കാണുക എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് ദുആ ചെയ്തു, ഇന്നലി ബനീന സിഗാറ, എല്ലാം കുഞ്ഞു മക്കളാ പടച്ചോനെ, അഖിർ അനിൽ മൗതലി യബ്ലുഹു, എന്റെ മക്കൾ ഒന്ന് പറക്കമുറ്റുന്നത് വരെ, അവർക്കൊന്ന് പിന്നെ ഒരു നല്ല നിലയിൽ എത്തുന്നത് വരെ, പ്രായപൂർത്തിയാകുന്നവരെ എന്നെ ഒന്ന് പെൻഡിങ്ങിൽ വെക്ക് പടച്ചോനെ. അദ്ദേഹത്തിന് 20 വർഷം കൂടി അല്ലാഹു ആയുസ് കൊടുത്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ലാ യസ്തഖിറുന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ് മുന്തുകയും പിന്തുകയും ചെയ്യൂലല്ലോ മരണം. ശരിയാ. പക്ഷെ അല്ലാഹു അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഈ ദുആ ചെയ്യുമെന്നും അത് കാരണം 20 വർഷം കൂടി പെൻഡിംഗ് ആക്കുമെന്നും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുആ ഏറ്റവും നല്ല നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മൾ മുറുകെ പിടിക്കണം. ആ ദുആ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ യാത്ര ചെയ്യണം. നമുക്ക് അല്ലാഹു ഒരു ബുദ്ധിമുട്ടും തരില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 1, 2 ധൃതി വെക്കാൻ പാടില്ല. 3ാമത് ചില ആളുകൾക്കുണ്ട്, എന്തെന്നറിയോ, ചില ആളുകൾ അള്ളാഹുവിന് ഈ ചില തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കും. എങ്ങനെയെന്നറിയോ? പടച്ചോനെ, നിനക്ക് തോന്നണമെങ്കിൽ നീ പുറത്തു, അത് അഹങ്കാരത്തിന്റെ വാചകമാണ്. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്ത പുരാനെ, നിനക്ക് പറ്റുമെങ്കിൽ ഇതൊരിക്കലും പാടില്ലെന്നാണ്. ലാ യഖൂലന്ന അഹദുകും അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത അല്ലാഹുമ്മ അർഹംനി ഇൻ ശിഅത ലിയസിമിൽ മസ്അല ഫഇന്നഹു ലാ മുക്രിഹ ലാ റവാഹുൽ ബുഖാരി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിനോട് പറയരുത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത, നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് പുറത്തെത്താ അല്ലാ, നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ പുറത്തെത്താ അല്ലാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ പുറത്തെത്താ അല്ലാ, അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത, നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. ഇതൊരിക്കലും പറയാൻ പാടില്ലത്രേ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നു, ലിയസിമിൽ മസ്അല, ചോദിക്കുമ്പോ അവനെ അസ്മ ചെയ്യട്ടെ, ഉറപ്പിച്ചിട്ട് പറയട്ടെ. അവന്റെ ചാഞ്ചാട്ടം അല്ലാഹുക്ക് വേണ്ട. ഫഇന്നഹു ലാ മുക്രിഹ ലഹ, അല്ലാഹുവിനോട് ബലാത്കാരം ചെയ്യാൻ, അവനെ നിർബന്ധിക്കാൻ, അവനെ കീർത്തിക്കാൻ നമ്മളാളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പടച്ചവനോട് അങ്ങനെ പറയരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല ഒരു വലിയ സന്ദേശമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറിച്ചിടുക. ദ്വാരക്കാൻ വേണ്ടി മുസല്ലയിലെ നിസ്കാരക്കുപ്പായമിട്ട് നമസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം ഈ 3 കാര്യം. 1, ഇന്ന് ഞാൻ കഴിച്ചത് ഹലാലാണോ? നീ ചോദിച്ചിട്ട് കാര്യമില്ല. 2, ധൃതി വേണ്ട. അല്ലാഹുവേ നീ എനിക്ക് താ പടച്ചവനെ. 3 വട്ടം ചോദിക്കണം, നീ താ പടച്ചവനെ, നീ താ പടച്ചവനെ. 3 വട്ടം ചോദിക്കും. പക്ഷേ ധൃതി വെക്കരുത്.
ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഈ ഒരു ചിന്ത പാടില്ല. അതുപോലെ ഒരിക്കലും നമ്മൾ അവനോട് നീ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട, ഈ ഒരു സ്ഥിതി നമുക്ക് പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടമാ സഹോദരങ്ങളെ, നമ്മളെ ചോദിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പറ്റി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഹൂദ് എടുത്ത് പരിശോധിച്ചാൽ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. പക്ഷേ ഈ ആയത്തിൽ അല്ലാഹു പറയുന്ന 3 വിശേഷണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇബ്രാഹിം നബിയെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്ന ഇബ്രാഹിം ലഹലീം അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹിം നബി ഉണ്ടല്ലോ, മനുഷ്യനാഗരികരുടെ പ്രഭിതാമകനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന് വേണ്ടി തന്റെ പൊന്നുമോനെ കൊടുക്കാൻ തയ്യാറായ അല്ലാഹു നമുക്ക് നമ്മളോട് ഇമാമാകാൻ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് പോലും പറഞ്ഞത് മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റാനാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ചര്യകളുടെയും മാർഗങ്ങളുടെയും തലവനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഹലീം, സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, മുനീബ്, പശ്ചാത്തപിക്കാനുള്ള മനസ്സുള്ളവനാണ്. ഇതിൽ എന്റെ സഹോദരങ്ങളെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ അവ്വാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? കസീറുദ്ദുആ, കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള പ്രവാചകനാരാ? ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്തെന്ന് പരിശോധിച്ചു നോക്കെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ A to Z നമ്മളൊന്ന് പരിശോധിച്ചാൽ മുഴുവനും ദുആയാണ്. ഇബ്രാഹിം നബി മുഴുവനും ദുആയായിരുന്നു. ആദ്യമായി തന്നെ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന നാട്ടില് വിഗ്രഹാരാധകരായിരുന്ന, വിഗ്രഹത്തിന്റെ നിർമ്മാതാക്കളായിരുന്ന, വിഗ്രഹത്തിന്റെ കച്ചവടക്കാരായിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ അള്ളാന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി ജനിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ പിതാവ് അല്ലെങ്കിൽ പിതൃവ്യൻ അല്ലെങ്കിൽ പിതാമകൻ ആരും ആകട്ടെ, ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ഈ ആസർ എന്ന് പറയുന്ന വലിയ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ വലിയല്ല, മറിച്ച് ഇബ്രാഹിം നബിയുടെ സംരക്ഷണ ചുമതലയുള്ള ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ആസർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണ്? വഗ്ഫിരി ലി അബീ ഇന്നഹു കാന മിനദ്ദാല്ലീൻ. പടച്ചവനെ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ ആരായാലും അറബികൾ അല്ലെങ്കിൽ ഖുർആൻ അബു എന്നാണ് പറയുന്നത്, ഏതായാലും ആസറിന് പുറത്തു കൊടുക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ? ഇന്നഹു കാന മിനദ്ദാല്ലീൻ, അയാൾ പിഴച്ചു പോയിരിക്കുകയാണ്. നബിയാവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി പ്രാർത്ഥന. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹൂദ്, ഖസസ്, അംബിയ, ഇബ്രാഹിം, ഈ സൂറ ഇബ്രാഹിം നബിയുടെ ദുആകൾ ഇങ്ങനെ കാണാം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു അവ്വാഹുൻ, ഐ കസീറു ദുആ, ധാരാളം ദുആ ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാക്ക് വേണ്ടി മാത്രമാണ് ദുആറുന്നത്. കല്യാണം കഴിച്ചപ്പോ എന്താ ദുആറുന്നത്? ആദ്യം വാപ്പാക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആറുന്നു. അല്ലാഹു പുറത്തു കൊടുക്കണ വിവരമില്ല, എന്ത് ചെയ്യാനാ? രണ്ടാമത് മക്കൾക്ക് വേണ്ടി ദുആറുന്നു. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, പടച്ചവനെ സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. എപ്പോഴാ ദുആറുന്നത്? മകനെ സാലിഹാക്കണം, മകളെ സാലിഹാക്കണമെന്ന് മക്കളെ കഞ്ചാവ് അടിമപ്പെടുമ്പോ പറഞ്ഞാ പോരാ, ദുആറുന്നാ പോരാ. പിന്നെ എപ്പോഴും വേണം? ഭാര്യയുടെ ഗർഭാശയത്തില് നിന്റെ രക്തത്തിന്റെ ഭാഗം അവിടെ നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഗർഭവതി ആകുമ്പോ, പ്രസവത്തിന് മുമ്പ്, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ നീ ദുആറക്കണം. അല്ലാതെ മക്കള് പഴച്ചു പോയിട്ട് പിടിച്ചോണ്ട് വന്ന് നൂലോതി കെട്ടുന്ന നടക്കൂല. വടത്തി കെട്ടിയാൽ പോലും ഓടും, പിന്നെ നൂലില് നിക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുആറക്കുന്നത് എപ്പോഴാണ്? ഇബ്രാഹിം നബി ദുആറുന്നു, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ
എനിക്ക് നീ സാലിഹായ മകനെ തരണേ അല്ലാ. മക്കൾക്ക് വേണ്ടി ദുആരന്നു. പിന്നീട് ഹിജറ പോയി മക്കയിൽ കൊണ്ടുവന്ന ജനരഹിതമായ ഫലരഹിതമായ ആ മക്കയുടെ മണലാരുണ്യത്തിലും പരിശുദ്ധമായ ഹറമിന്റെ ആ പരിശുദ്ധ കഅബാലയ ആദം നബി പണിത് കഴിപ്പിച്ച, അതിനു മുമ്പ് മലായിക്കത്തുകൾ പണി കഴിപ്പിച്ച ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ പുനർനിർമ്മാണമാണ്, നവീകരണമാണ്. അല്ലാതെ കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അല്ല. 10 തവണ കഅബയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. അവസാന ഹജ്ജാജ് ബിൻ യൂസുഫാണ് നിർമ്മിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആദ്യം മലായിക്കത്തുകളാണ്, പിന്നെ ആദം നബിയാണ്, പിന്നീട് ഇബ്രാഹിം, പിന്നീട് അതിനിടയിൽ ഒരു പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. പോട്ടെ, ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ ഇസ്മായിലിനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ മുറ്റത്താക്കി എന്നിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്തും ഇബ്രാഹിം നബി ദുആരന്നത്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹി വർസുഖ്ഹും മിനത് തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ചെറിയ പ്രായത്തിൽ മോനെ കൊണ്ടുവന്ന് പള്ളി മുറ്റത്താക്കിയിട്ട് ദുആരുന്നത് എന്താണ്? റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. പടച്ചോനെ, ഞാൻ ഇവിടെ പള്ളി കൊണ്ടുവന്നാക്കിയത് നിസ്കാരമുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബിയുടെ മാതൃക, ചെറിയ പ്രായത്തിലെ മക്കളെ പള്ളിയിൽ വിടണം. ആദ്യം മദ്രസയിൽ മൂത്ത കുട്ടി പോകുമ്പോ ഇളയ കുട്ടിയെ കൂടെ വിടണം മക്കളെ. എന്തിനാണ്? അവര് വരുമ്പോ പള്ളിയുമായി, മദ്രസയുമായി, മസ്ജിദുമായി ഒരു ബന്ധം ഉണ്ടാവും. അത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണത്. നേരെ കൊണ്ടുപോയി ചെറിയ പ്രായത്തിലാക്കുമ്പോ എന്തിനാ? ചെറിയ പ്രായത്തിലുള്ള ഈ മോൻ നിസ്കാരക്കാരനാണോ? അല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് എന്റെ മകൻ നിസ്കാരക്കാരനാകാൻ വേണ്ടിയാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനകത്ത് ഈ പ്രദേശത്തോട് താല്പര്യം കൊടുക്കണം. ഇന്നും നമ്മൾ വീർപ്പൂട്ടിയിരിക്കുന്നത് 2 കൊല്ലമായി ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ട്. അല്ലാഹുവേ, എത്രയും വേഗം വിശുദ്ധ ഹറമുകൾ തുറന്ന് പരിശുദ്ധമായ ഹറമിലേക്ക് പാറി പറന്ന് ചെന്ന് അവിടുത്തെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പരിശുദ്ധ ഹുജറ ശരീഫിന്റെ മുന്നിൽ വന്ന് നേരിട്ട് അസ്സലാമു അലൈക യാ സയ്യിദി യാ ഖൽബി യാ ഹബീബി യാ കബ്ദി യാ റസൂലല്ലാഹി എന്ന് നെഞ്ച് പൊട്ടിക്കിട്ടൊന്ന് സലാം പറയാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ടല്ലേ ഇന്ന് നമ്മൾ ദ്വാരക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് ആ നാട്ടിനോട് തന്നെ അത് ഒരിക്കലും നമ്മൾ സ്വദേശത്തോടുള്ള ദേഷ്യം കൊണ്ട് വിദേശത്തേക്ക് കൂറ് കാണിക്കുന്ന അങ്ങനെ ആളുകൾ പറയുന്നത് 5 നേരം തിരിഞ്ഞ് സൗദിയിലേക്ക് തിരിക്കുന്നവർക്ക് വിദേശത്തോടാണ് കൂറെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താ? വർസുഖുഹും മിനസ് സമറാത്ത്. അല്ലാഹു ഇനി അവർക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുക്കണേ. പച്ചക്കറി, ഫ്രൂട്ട്സ്, ആവശ്യമായ വിഭവങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണേ. എടാ, ഇവിടെ നിന്നാണ് അണ്ടിപ്പരിപ്പ് കയറ്റി വിടുന്നത്. പക്ഷെ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് അവിടെ അണ്ടിപ്പരിപ്പും വച്ചുകൊണ്ട് കാരണം എന്താണ്? അവിടത്തത് കൊണ്ടുവരുമ്പോ അതിനൊരു ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് വാങ്ങി വരാനൊരു പ്രത്യേക രസമുണ്ട്. അതെന്തുകൊണ്ടാണ്? എല്ലാം അവിടെ കിട്ടും. അവിടെ കെമിക്കലില്ല, അവിടെ തട്ടിപ്പില്ല, അകത്തായി പോവും. ഇന്നിപ്പോ വാഴക്കപ്പം പൊരിക്കുന്ന എണ്ണയിൽ തന്നെയാണ് പരിപ്പോട പൊരിക്കുന്നത്. അതേ എണ്ണ തന്നെ ഉള്ളിവട പൊരിക്കും. അത് തന്നെയാണ് സമൂസ പൊരിക്കും. അത് തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം മീൻ പൊരിക്കുന്നത്. ഇതെല്ലാം കൂടെ മനുഷ്യടിച്ച് കയറ്റിയിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ക്യാൻസർ പിടിച്ചിട്ട് 100ൽ 99 പേർക്കും ക്യാൻസർ. 99 പേർക്കും ക്യാൻസർ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ അതൊന്നും നടക്കൂല. അവിടെ കൃത്യമായ വാച്ചിങ് ഉണ്ട്. അത്രയും സുരക്ഷിതത്വം, അത്രയും സുഭിക്ഷത, അത്രയും മാന്യത വെച്ച് പുലർത്തുന്നവരാണ്. അതെന്തുകൊണ്ടാ? ഇബ്രാഹിം നബിയുടെ ദുആ. അല്ലാഹുവേ, നീ അവിടെ അവർക്കാവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന ദുആ. അവിടെയും ഇബ്രാഹിം നബി ദുആയായിരുന്നു. ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് കഅബ നിർമ്മിച്ചു. അപ്പോഴും ദുആ എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. പടച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്.
നീ സ്വീകരിക്കണേ റബ്ബേ ദുആ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് അറിയില്ല. അള്ളാഹ് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു വിളിച്ചു. പക്ഷെ അറിയണ്ടേ അവിടെയും ദുആരെന്നോ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ. പടച്ചവനെ എന്നെയും എന്റെ മകനെയും മക്കളെയും എന്റെ പരമ്പരകളെയും അല്ലാഹുവേ നീ മുസ്ലിമാക്കണേ തമ്പുരാനെ. മാത്രമല്ല വഅരിനാ മനാസികനാ, ഹജ്ജ് എങ്ങനെ, ഉംറ എങ്ങനെ, മത്താഫിലെ തവാഫ് എങ്ങനെ, മസ്അയിൽ സഈ എങ്ങനെയാണ് റമല് നടത്തം, എങ്ങനെയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നൊക്കെ നീ എനിക്ക് പഠിപ്പിച്ചു തരണം തമ്പുരാനെ എന്ന ദുആ. അവിടെയും ഇബ്രാഹിം നബിയുടെ ദുആ. അത് കഴിഞ്ഞിട്ടോ ദാഹം തീരുന്നില്ല. അവസാനം ദുആരക്കുക, പടച്ചോനെ ഇനി എന്റെ പരമ്പര ഒരുപാട് വരാനുണ്ട്. അപ്പോഴ് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ അവരിൽ നിന്ന് തന്നെ, അറബികളിൽ നിന്ന് ഒരു പ്രവാചകനെ എന്റെ അനന്തരാവകാശികൾക്ക് നീ കൊടുക്കണേ അല്ലാ, പിന്തലമുറക്കാർക്ക് കൊടുക്കണേ അല്ലാ. നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെയും ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദിന്റെയും നേരത്തെ ഇവിടെ ദുആയിൽ തവസ്സുലാക്കി പറഞ്ഞ മഹാനായ ശൈഖുനാ ശൈഖുൽ ഹദീസ് കുളപ്പുറം ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ നസീഹത്തിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ 5 നേരം നമസ്കാരത്തിൽ നമ്മൾ ഒരൊറ്റ പ്രവാചകന്റെ പേരെ പറയുന്നുള്ളൂ. അതേത് പ്രവാചകന്റെ പേരാ? ഏത് പ്രവാചകന്റെ പേരാ? ഇബ്രാഹിം നബിയുടെ പേര് അല്ലേ? ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നു. വേറെ എത്ര പ്രവാചകന്മാരുണ്ട്? 136 പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞ മൂസാ നബിയുടെ പേര് പറയുന്നില്ല. നമുക്ക് തൊട്ടുടനെ കഴിഞ്ഞു പോയ ദാ വരുന്നുണ്ട് നിങ്ങളുടെ നേതാവെന്ന് പറഞ്ഞു പോയ വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞ ഈസാ നബി എന്ന യേശുവിന്റെ പേര് പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ പേര് മാത്രം നമ്മുടെ നമസ്കാരത്തിൽ 5 നേരവും നമ്മൾ പറയുന്നുള്ളൂ, മയ്യത്ത് നമസ്കാരത്തിൽ പറയുന്നുള്ളൂ. അതേത് പ്രവാചകൻ? ഇബ്രാഹിം നബി. എന്തുകൊണ്ടാണ് ഇത്രയും കടപ്പാട് നമുക്ക്? നിങ്ങൾക്കറിയോ? നിസ്കരിക്കുമ്പോ അത് ചെല്ലുമ്പോ നിങ്ങൾ ഓർത്തോ, ഇത് നമ്മൾ പറയുന്നത് നന്ദിയായിട്ടാ. നമ്മൾ ഈ ഇബ്രാഹിം നബിയുടെ പേര് നിസ്കാരത്തിൽ പറയുന്നത് മയ്യത്ത് നമസ്കാരം നന്ദിയായിട്ടാ. നമ്മൾ നന്ദിയുള്ളവരായതുകൊണ്ടാണ്. എന്താ നന്ദി? നമുക്കൊരു ദൂതൻ വരണമെന്ന് ഇബ്രാഹിം നബി ആത്മാർത്ഥമായി ദുആ ചെയ്തു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ, അല്ലാഹുവേ ഹബീബായ നബിയെ നീ കൊടുക്കണേ തമ്പുരാനെ എന്ന് നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു ഇബ്രാഹിം നബി. അവിടെയും ഇബ്രാഹിം നബി ദുആ ഒരു ലുബ്ധും കാണിച്ചില്ല. എന്നിട്ട് അവസാനം ഞാൻ നിർത്താന്ന് പറഞ്ഞാൽ ആ ഭാഗം ഒരു ദുആ ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഇബ്രാഹിം നബിയുടെ ദുആ. അതൊന്നും പറയാൻ സമയമില്ല, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോ അത് മാത്രം ഇങ്ങനെ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള വിശ്വാസികൾ എന്നെ പറ്റി നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചു ദുആ ചെയ്തു. അതും നമ്മളെ നമസ്കാരത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നതിന് കാരണമാണ്. അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. എന്താ പറഞ്ഞത്? വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ وجعل لي لسان صدق في الآخرين. അല്ലാഹുവേ ലോകാവസാനം വരെ വരുന്ന ആളുകളിൽ എന്നെ പറ്റി നല്ലത് പറയണേ അല്ലാ, നല്ലത് പറയണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ, വാപ്പ മരിച്ചാലും നമ്മൾ പറയും ഇബ്രാഹിം നബിയുടെ പേര്. ആ ഒരു നിലയിലെത്തി എല്ലാവരും നല്ലത് പറയുന്ന അവസ്ഥ എത്തിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരാ, ഏത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ദുആ മറക്കണ്ട, ധൃതി വെക്കല്ലേ, നല്ലത് കഴിക്കണേ. അല്ലാഹുവിനോട് പ്രത്യേക കീർത്തനം പാടില്ല, കീർത്തി പാടില്ല, കൽപ്പിക്കല് പാടില്ല. അതല്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ട്, അവനെ ദുആ സ്വീകരിക്കും. ഉജീബു ദഅവത ദാഇ ഇദാ ദആ, ചോദിച്ചാൽ അവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള പരിഹാരം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മാനസികമായി വലിയ സങ്കടത്തിലാണ് നമ്മളുള്ളത്, വലിയ സങ്കടമാണ്. അതുപോലെ പലർക്കും കടമുണ്ട്, രക്ഷപ്പെടണ്ടേ, കടങ്ങൾ മാറണ്ടേ. മനസ്സിന് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത സങ്കടമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സങ്കടമുണ്ടായാൽ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് പഠിക്കണം. കഷ്ടപ്പെട്ടാലേ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറൂ. നമ്മൾ പറയില്ലേ, 10 വിരൽ അനങ്ങിയാലേ 5 വിരൽ വായിലേക്ക് പോകൂ, എല്ല് മുറിയെ പണിയെടുത്ത പല്ല് മുറിയെ തിന്നാം എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും അധ്വാനിച്ചാലേ നമുക്ക് കാര്യം കിട്ടുള്ളൂ. നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ നമുക്കൊരു പരിഹാരമുണ്ട്. അതിന് നമ്മൾ പഠിക്കണം.
നമ്മൾ പഠിക്കണം. ഒരു ദിവസം പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരുമ്പോ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ അൻസാരിയായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു, അൻസാരിയാണ്, മദീനക്കാരനാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലുണ്ട്. മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാൻ വല്ലാത്ത സങ്കടത്തിലാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, ഓ അബൂ ഉമാമയെ, മാലി അറാക ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ, നമസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഇവിടെ കാണുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അബൂ ഉമാമ. സാധാരണ പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരത്തിന്റെ ടൈമിലാണ് നീ വരുന്നത്. ഇന്നെന്തു പറ്റി? നീ പള്ളിയിൽ വന്നല്ലോ, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മനസ്സിനകത്ത് വല്ലാത്ത സങ്കടങ്ങളാ നബിയേ, എനിക്ക് മനസ്സിനകത്ത് വല്ലാത്ത സങ്കടമാണ്. സങ്കടമില്ലാത്ത ആരാ എന്റെ മുമ്പിലുള്ളത്? സങ്കടമില്ലാത്ത ഒരാള് പറ, ടെൻഷൻ ഇല്ലാത്ത ഒരാള് പറ. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനകത്ത് ടെൻഷൻ കാണും. മനുഷ്യനെ അല്ലാഹു പടച്ചത് തന്നെ പ്രയാസങ്ങളിലാണ്. ഓരോ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ടെൻഷൻ ഇല്ലാത്ത ഒന്നുമില്ല. പണമൊന്നും ഒരു മാനദണ്ഡമല്ല ഈ മനസ്സമാധാനത്തിന്. പണം ഇല്ലാത്തവന് അരയിൽ കനമുള്ളവനെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ, അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ വീട് ശരിക്കും ഷീറ്റൊക്കെ ഉള്ള അത്തന്മാരും കാക്കന്മാരും ഒക്കെ കൂടി ഇരിക്കുന്ന ചിന്ത, അല്ലാഹ് അള്ളമല്ല കയറുവോ, അയാളുള്ള എല്ലാവരും അറിയുകയും ചെയ്ത് ഷീറ്റ് അവിടെ കിടക്കുകയാണ് എന്നും പറഞ്ഞ ചിന്തയായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അല്ലാഹ് ആരെങ്കിലും കയറിയെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 10 രൂപ ഇവിടെ വെച്ചിട്ട് പോയാൽ ആ ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. ടെൻഷൻ ഇല്ല, അല്ലേ? കോടീശ്വരന്മാർക്ക് അതിന്റെ ടെൻഷൻ ഉണ്ട്, പണക്കാരന് അതിന്റെ ടെൻഷനാണ്. എല്ലാ കോടീശ്വരന്മാരുടെ കഥ പരിശോധിച്ച് നോക്കിയാലും സർവ സന്നാഹങ്ങളോടെ ജീവിച്ചവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കോടികൾ തരാതിരിക്കട്ടെ. ആരും ആമീൻ പറയില്ല. അള്ളാഹു നമുക്ക് കോടികളൊന്നും തരാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ പണം അള്ളാഹു തരട്ടെ. ദാരിദ്ര്യമില്ലാതെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക്, നമ്മളെ ചുറ്റിപ്പറ്റി കഴിയുന്നവർക്ക്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പത്ത് അള്ളാഹു തരട്ടെ. അതിനപ്പുറത്ത് കോടികളൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ 2 വർഷം കോവിഡ് വന്നപ്പോ കോടികൾ ഉണ്ടായിരുന്ന ആളുകള് ഉണക്കമീനിന് വേണ്ടി കിടന്നോടിയില്ലേ? ജീവിതത്തിൽ അവര് നല്ല മീൻ പോലും കഴിച്ചിട്ടില്ല. എന്നും മട്ടൻ മാത്രം കഴിച്ച ആളുകള് മീൻ തന്നെ വേണ്ട, ഉണക്ക മത്സ്യം മതി എന്ന് പറഞ്ഞിട്ട് അവസാനം പെണ്ണുങ്ങളൊക്കെ പുതിയ യൂട്യൂബ് ചാനലുകളിൽ കയറിയിട്ട്, ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, ഞാനിപ്പോൾ എങ്ങനെയാണ് പുളിഞ്ചിക്ക് കറി വെക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചിലര്, അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ. ഇപ്പൊ നല്ല തിരക്കാണ് അവർക്ക്. അപ്പോ ഈ യൂട്യൂബിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം, അങ്ങനെ അവസാനം കണ്ടെത്തി മീനില്ല കറി തിന്നില്ലേ തായാർ ഇല്ലേ? മീനില്ല കറി എന്ന് പറഞ്ഞാൽ മീനിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ചേർക്കും, മീൻ മാത്രമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കറികൾ വെച്ചു. ഇതാരുടെ കഥയാണ്? കോടികളുടെ നോട്ട് കെട്ടിന്റെ മീതെ കിടന്നുറങ്ങിയ ആളുകളെയൊക്കെ അല്ലാഹു തആല 2 കൊല്ലം ഒന്ന് പരീക്ഷിച്ചപ്പോൾ ലോക പോലീസ് ചമഞ്ഞ അമേരിക്കയുടെ ശതകോടീശ്വരനായിരുന്ന അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ത്യ രാജ്യമെന്ന ദരിദ്ര രാജ്യത്തേക്ക് കൈനീട്ടിയിട്ട് ഇവിടത്തെ എലിപ്പനിയുടെ മരുന്നിന് വേണ്ടി കൈനീട്ടി യാചിച്ച ഗതികേട് അല്ലാഹു വരുത്തി തന്നില്ലേ നമ്മുടെ മുമ്പിൽ? അള്ളാഹു നമ്മുടെ മുമ്പിൽ അതൊക്കെ കാണിച്ചു തന്നു. പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല സഹോദരങ്ങളെ. കോടീശ്വരന്മാരായ പല ആളുകളും വില കൂടിയ പെൻ ധരിച്ച്, വില കൂടിയ മുണ്ടും ഷർട്ടും ധരിച്ച്, വില കൂടിയ പാദരക്ഷ ധരിച്ച്, വില കൂടിയ വാഹനത്തിൽ കയറി, വില കൂടിയ പെർഫ്യൂം അടിച്ച് നടന്ന പല ആളുകളെയും ഈ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാസങ്ങളോളം ആഴ്ചകളോളം ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ അവർ മലമൂത്ര വിസർജനം ചെയ്ത് അത്
പോലും ഒന്ന് കഴുകി ശുദ്ധിയാക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയില്, കുളിപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയില്, ബന്ധുക്കൾക്ക് അര കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയില് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഏതോ ആളുകൾ വന്ന് JCBയും ബുൾഡോസറും മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് മാന്തിയിട്ട് പപ്പടി കുഴിയിലേക്ക് കുഴിച്ചിട്ടു. കണ്ടില്ലേ സഹോദരങ്ങളെ, മനുഷ്യൻ ഒന്നുമല്ല അഹങ്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ. ചില ആളുകൾ പറയും ആത്മഹത്യയാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെട്ടെന്നല്ലേ അർത്ഥം. നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണ്? നമ്മളെ ഒരാൾ തേച്ചാൽ ഏത് രീതിയോ ആവട്ടെ അവന്റെ മുമ്പിൽ അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കലല്ലേ നമ്മളെ വിജയത്തിന്റെ അടയാളം. അതല്ലാതെ ആത്മഹത്യ ചെയ്യലാണോ? അല്ല. പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി അബൂ ഉമാമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിക്കകത്തിരുന്ന് സങ്കടപ്പെട്ട് ഖിന്നനായി വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുമ്പോ കടന്നു വന്ന കാരുണ്യത്തിന്റെ തിരുദൂതർ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞത്, നബി എനിക്ക് സഹിക്കാൻ പറ്റാത്ത മാനസിക വ്യഥ എന്നെ വേട്ടയാടുന്നു നബിയെ. ആ സമയത്ത് എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്? അബൂ ഉമാമ അഫലാ ഉഅല്ലിമുക കലാമൻ, ഞാൻ നിനക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. ഇതാരാ പറയുന്നത് സഹോദരങ്ങളെ? എന്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞു കൊടുക്ക. നീ എന്തിനു വിഷമിക്കണം അബൂ ഉമാമ? ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. ഇദാ അംദഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക്, നീ അത് പറഞ്ഞാൽ നിന്റെ ടെൻഷൻ അല്ലാഹു മാറ്റി തരും. നമ്മൾ എവിടെ പോകുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യം നീ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നീ പഠിക്കും. എന്നാൽ നീ അത് പറഞ്ഞാൽ അദ്ഹബല്ലാഹു ഹമ്മക്, നിന്റെ മനപ്രയാസം അല്ലാഹു മാറ്റി തരും. അദ്ദേഹത്തിന് സന്തോഷമായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റുക മാത്രമല്ല, വീണ്ടും പറഞ്ഞു നിന്റെ കടം അല്ലാഹു മാറ്റി തരും. നിന്റെ കടങ്ങൾ അല്ലാഹു മാറ്റിത്തരും. നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ആ സമയത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ എന്നാൽ എനിക്ക് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അസ്ബഹത വ ഇദാ അംസൈത, രാവിലെയും വൈകുന്നേരവും. ഇന്നിപ്പോ രാത്രിയാണ്. നാളെ മുതൽ നിങ്ങൾ ഇത് ചെയ്യണം. ഈ ഒരു ദിവസത്തെ വഅദില് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം, അൽഹംദുലില്ലാ. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. അപ്പൊ നാളെ രാവിലെ മുതൽ ജീവിച്ചിരിക്കുമെങ്കിൽ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് തരട്ടെ. നമ്മൾ നാളെ രാവിലെ മുതൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ പഠിക്കും. ഈ ലിങ്ക് എല്ലാവരും കൊടുത്തില്ലേ ഉസ്താദേ? ഈ ലിങ്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ സംഘാടകർക്ക് ചോദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയെടുത്തോ, ഇല്ലെങ്കിൽ മൊബൈലിൽ പിടിച്ചോ, ഇല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കും, ഇല്ലെങ്കിൽ ഈ ലിങ്കിൽ ഈ പ്രസംഗത്തിന്റെ ഭാഗത്തും ആ ഭാഗം നിങ്ങൾ കേട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയോ ചെയ്യും. ഒരാൾ പ്രവർത്തിച്ചാൽ എനിക്കും അതിന്റെ കൂലി കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്റെ ഒരു വിഹിതം എന്റെ ഉസ്താദുമാരിലേക്കും പോകും. നീ രാവിലെയും വൈകുന്നേരവുമായാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും മഗ്രിബിന് മുമ്പും നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത്, നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹ്രി റിജാൽ. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പറയണേ അബൂ ഉമാമ. സഹോദരങ്ങളെ, നമുക്കൊന്ന് പഠിച്ചൂടെ? ഇത് നമ്മുടെ ഭാവിയുടെ ഭാസുരതയ്ക്കല്ലേ? നമ്മുടെ സമ്പത്തിന്റെ കടങ്ങൾ മാറിയിട്ട് സമ്പന്നതയുടെ ഏറ്റവും നല്ല നാളേക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖദ്രി റിജാൽ. 8 കാര്യങ്ങളിൽ നിന്നുള്ള കാവലാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മ വൽ ഹസൻ. അല്ലാഹുവേ, മനക്ലേശം, മനപ്രയാസം, ദുഃഖങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അജ്സി വൽ കസൽ, അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക
മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്ന് ലുബ്ധിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിൻ ഗലബത്തി ദൈരി വഖഹരി റിജാൽ, ആളുകൾ എന്റെ തലയിൽ കയറി നിരങ്ങുന്നതിൽ നിന്ന്, അതുപോലെ കടം വന്ന് കുമിഞ്ഞു കൂടുന്നതിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. ഇദാ സുബഹത വഅംസൈത, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദുആ ചൊല്ലണമെന്ന് അബൂ ഉമാമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ പഠിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ സഹാബിയായ അബൂ ഉമാമ തങ്ങൾ പറയുകയാണ്, ഫഫഅൽതു ദാലിക, ഞാനത് പ്രവർത്തിച്ചു. ഫഅദ്ഹബല്ലാഹു ഹമ്മി, അല്ലാഹ് എന്റെ ഹമ്മെന്ന മനപ്രയാസം മാറ്റി തന്നു. വഖളഅ അന്നി ദൈനി, എന്റെ എല്ലാ കടങ്ങളും മാറിയെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫയുടെ സഹാബി വര്യനായ അബൂ ഉമാമത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ നമ്മള് പഠിക്കാൻ പാട്, പ്രയാസം, വിഷമം ഇതൊക്കെയാണ്. ആരെങ്കിലും മന്ത്രവാദിയാണ് എഴുതി തന്നെങ്കിൽ നമ്മളെ പ്ലേറ്റിൽ എഴുതി കുടിച്ചേനെ, അരയിലും കെട്ടിയേനെ, കഴുത്തിലും കെട്ടിയേനെ, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തേനെ. അത് വേണ്ടെന്നല്ല പറയുന്നത്, ആയിക്കോളി. പക്ഷേ ഈ ദുആ നമ്മുടെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് നാളത്തെ പ്രഭാതം മുതൽ, നാളെ ഞായറാഴ്ച, ഞായർ രാവിലെ മുതൽ തുടങ്ങിക്കോ, 2 ദിവസം നമ്മൾ കൃത്യമായി ചൊല്ലിയാൽ ബൈഹാത്താവും. 2 ദിവസം നമ്മൾ കൃത്യമായി ഇത് ചൊല്ലിയാൽ, നാളെ 2 നേരം, മറ്റന്നാൾ 2 നേരം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച മുതൽ നമുക്ക് മനനം ചെയ്ത് കൃത്യമായി നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് എല്ലാ രാവിലെ നമുക്കിത് ചെല്ലാൻ കഴിയും. വേണമെങ്കിൽ ചെയ്തോളി, നമ്മുടെ കടങ്ങളും മാറും, മനപ്രയാസവും മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ.